ഹായ്, എല്ലാവർക്കും മാംസു വെള്ളിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലത്തെ നാസ്തയാണ്. കുഴിയപ്പല്ലാട്ടാ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശമാവാണ്. അപ്പൊ ദോശമാവില് കുറച്ച് ബീട്രൂട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ദോശമാവാണ്. ഇനി ഇതിലേക്ക് ദോശമാവിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, മറ്റേ കൊത്തമ്പരി, കറിവേപ്പില, സവാളയൊക്കെ, ഉള്ളിയൊക്കെ അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഈ ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ കുഴിയപ്പച്ചട്ടി ഉണ്ടല്ലോ, ഇതിൽ കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്താണ്. അധികം എണ്ണ നമ്മൾ കുഴിയപ്പം ഉണ്ടാക്കണ പോലെ എണ്ണ അധികം ഒന്നും നമുക്ക് കാണാമല്ലോ, ചട്ടിയിൽ ഇങ്ങനെ കുറേശ്ശെ എണ്ണ ആകും. അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലേശം ഒന്ന് തീ കുട്ടിയൊക്കെ ഞാൻ സിമ്മിലിട്ടിരുന്ന് ഹൈലിടാട്ടോ. എന്നിട്ട് പിന്നെ സിമ്മിലേക്ക് ആക്കണം. അപ്പോൾ ഇതേപോലെ എടുക്കുക അല്ലേ. ഞാനിതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ടാണ് അരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ട, ഇപ്പം എണ്ണയില്ല, എണ്ണ ലേശം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് ബീട്രൂട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം. അടിപൊളിയായിട്ട് നാസ്ത കഴിക്കാം നമുക്ക്. ഒരു വെറൈറ്റി തന്നെയാണ്. ആ എണ്ണയിൽ ലേശം ഇങ്ങനെ മുരിഞ്ഞിട്ടൊക്കെ വേവില്ലേ, അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇപ്പം മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ടീസ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇളക്കിയിട്ട് മറിച്ചിടുക. അങ്ങനെ മറിച്ചിടുക. ഇവിടെ നാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ്. ഇത് തേങ്ങാ ചമ്മന്തിയാണ്. നമുക്ക് ചട്നി ആക്കിയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.